എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ എത്രാമത്തെ ദിവസത്തിലാണ് ചെയ്യുന്നത്? ഡേ 50 ആണ്. സോ 50 ഡേയ്സിലേതും കംപ്ലീറ്റ് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ഇന്ന് ചെയ്യുന്നത് ഇച്ചിരി ടൈറ്റ് കണ്ടന്റ് ആയിരിക്കും. മേ ബി ആദ്യത്തെ ചോദ്യങ്ങളൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും കേട്ടോ. സാരമില്ല, നമുക്ക് പോവാം. 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പറയുക. 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്, ഓർത്തോണേ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 4. പെടാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. വേദാധികാര നിരൂപണം, അരുൾനൂൽ, അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധം. ഇൻ മെമ്മോറിയം എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോസഫ് നോയൽ പാറ്റൺ. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഏത്? 1, 3, 4. സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്, ആനി ബെസന്റ്. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി? ടിപ്പു സുൽത്താൻ. 6. ഡി. അന്താരാഷ്ട്ര ഒട്ടക വർഷം 24. 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപന ദിനം? ഓപ്ഷൻ എ ജനുവരി 3. ടോപ്പോ ഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. മഹാബലേശ്വർ നടത്തുനിന്നും ഉത്ഭവിക്കുന്ന ദ്വീപിയൻ നദി? കൃഷ്ണ നദി. 14ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ NW3. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? അനുവാദിനി. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 13 ആൻസർ ഈസ് ഓപ്ഷൻ എ.
വ്യവസായമായിരുന്നു ലക്ഷ്യം. പതിനഞ്ച് മാത്രം എഴുതിയാൽ മതി. പതിനഞ്ച്. ഓപ്ഷൻ ബി, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. പതിനാറ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വാണിജ്യ ബാങ്കുകൾ. ഹരിതവും വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 17. ആൻസർ ഈസ് ഓപ്ഷൻ സി. വ്യവസായ വികസനം സാധ്യമാക്കിയില്ല. ഗോതമ്പ് വിപ്ലവം രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതി. പത്തൊൻപത്. ആൻസർ ഈസ് ഓപ്ഷൻ സി, അരവിന്ദ് പനഗരിയ. 18. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഒന്നാം സ്ഥാനം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. 1, 3, 4. ജനസംഖ്യ ആനുപാതികമായ ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചു. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖയുടെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഓക്കെ. 21. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. തുറമുഖം കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. സൈബർ നിയമം അവശിഷ്ടാധികാരം. പിന്തുടർച്ച അവകാശം കൺകറന്റ് ലിസ്റ്റ്. 22, 23 ക്യാൻസൽ ആണേ. 24.
24 ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1 4. കേന്ദ്രമന്ത്രിസഭ 75 പ്രകാരം പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതി നിയമിക്കുന്നു. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന നിയമപ്രകാരം ആയിരിക്കും. ഇരുപത്തഞ്ച് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 1 3. തെറ്റായ പ്രസ്താവന. സാക്ഷ്യം ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട. സ്വീപ് അവബോധവും തെരഞ്ഞെടുപ്പിന്റെ പങ്കാളിത്തം. ഇരുപത്തിയാറ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 2 3. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റിൽ ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും, അതായത് ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ, ഡൽഹിയിലും നിയമസഭയിലും ലോക്സഭയിലും മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമാണ്. കണ്ടോ? അപ്പൊ അത് പഠിച്ചത് കൊണ്ട് ഇത് ഇത്രയും ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം പാടായിട്ട് തോന്നി. ഓക്കെ, 27 ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 243K ആണ്. ഓക്കെ, 28 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. റവന്യൂ വകുപ്പ് മന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? 29 ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
30 ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇവയൊന്നും അല്ല. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നതിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? 31 ആൻസർ ഈസ് ഓപ്ഷൻ എ, സി അച്യുതമേനോൻ. ഓക്കെ, 32 ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവൻ സാന്നിധ്യമായ OR കേളു. 33 ആൻസർ ഈസ് ഓപ്ഷൻ എ, മാനന്തവാടി. ടസാർ സിൽക്കിന്റെ ഉത്പാദനം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്? 34 ഓപ്ഷൻ സി, ഇന്ത്യ. ആൻസർ ഈസ് ഓപ്ഷൻ എ, ദൃഷ്ടിപടലം. ജമുന പാരി, സുർത്തി, മലബാറി. 36 ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആട്. കുരങ്ങുപനി കാരണം? 37 ഡി, വൈറസ്. WWF 38 ബി, സ്വിറ്റ്സർലൻഡ്. ശരണ്യ പദ്ധതി 39 ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, ബെറിബറി. B1ന്റെ കുറവ് മൂലം. ലോക പരിസ്ഥിതി ദിനം ആതിഥേയ രാജ്യം? 41 സി, സൗദി അറേബ്യ. 42 ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരി. ശരിയായ പ്രസ്താവന. ഒരു വസ്തുവിന് മാസ് കൂടുതലാണെങ്കിൽ പലായന പ്രവേഗം കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പലായന പ്രവേഗം 11.2 എത്ര കിലോമീറ്റർ പെർ സെക്കൻഡ്. വരെ എഴുതും. ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ അല്ലേ? ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്താണെന്നൊരു സംശയം തോന്നും അല്ലേ? അത് റെപ്പറ്റീഷൻ.
ഇത് നമ്മൾ രാവിലെ മാത്സ് പഠിച്ച സംഭവം ഉണ്ടല്ലോ, മാത്സ്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. $43. Answer is option B, 3A. 44. Hydraulic jack. 44. Option B, പാസ്കൽ നിയമം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? 45. ഓപ്ഷൻ ഡി, ഇലക്ട്രോ ഡൈനാമിക്സ്. 45. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 1, 2, 4. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ റോക്കറ്റ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് ചെയ്തത്. ഓഫീസ് അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെയാണ്, പക്ഷെ കണ്ടാ പറയുമോ ഇല്ലയോ? ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 4, 2, 3, 3, 5. ചാൾസ് നിയമം 4, 2. ചാൾസ് നിയമം ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അവഗാഡ്രോസ് നിയമം നമ്പറുമായിട്ട് പ്രൊപ്പോർഷണൽ. ബോയിൽസ് നിയമം വോളിയവുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡാൾട്ടൺസ് ലോ എന്താണ്? എല്ലാ ടോട്ടലും പ്രഷറുമായിട്ട് കൂട്ടി ടോട്ടൽ പ്രഷർ. അപ്പം ടിയും വിയും കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രഷറുമായി റിലേറ്റ് ചെയ്ത് ടി വി കോൺസ്റ്റന്റ്. പരീക്ഷ വരുമ്പോ ഇങ്ങനെ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം, ശരിയായവ ശരിയല്ലാത്തവ. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം പിക്കകത്ത് എത്ര വരത്തുള്ളൂ? മാക്സിമം നമ്പർ ഓഫ് 6 ആണ് വരുന്നത്. സോ ഇത് തെറ്റാണെന്ന് അറിയാം. 1 നമുക്ക് കിട്ടി, ബാലൻസ് 2 വെട്ടിക്കളയാം. ബാലൻസ് 1, 4, 1, 2 വരുന്നുണ്ട്. ശരിയല്ലാത്തവ. രണ്ടാമത്തത് 1s2, 2s2, 2p. നാലാമത്തത് ഇത് ശരിയായിട്ട് വരും. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d1 ശരിയായിട്ട് വരും. എത്രയാണ്? 1s2, 2s2, 2p6 വരണം. എസിനകത്ത് എത്ര വരുന്നു? 2. പിക്കകത്ത് 6 വരണം. ഡിക്കകത്ത് 5 or 10 വരണം. ആൻഡ് എഫിനകത്ത് എന്ത് വരണം? 7 or 14 വരണം. ആ രീതിയിൽ. അപ്പൊ ഇത് തെറ്റായിട്ട്.
1 4. അത് ഞാൻ പറഞ്ഞത് ചിലതിനകത്ത് ഡി സബ്ഷന് കംപ്ലീറ്റ് ആകും, 5-നകത്ത് വരും. പ്രത്യേകിച്ച് ഡി സംക്രമണ മൂലകങ്ങൾക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വരത്തില്ലേ, അപ്പൊ അവിടെ ക്രോമിയം ഒക്കെ വരുമ്പോൾ മാംഗനീസും ഒക്കെ വരുമ്പോൾ ഡി ഒക്കെ ഒരു ഹാഫ് വെച്ചിട്ടാണ് ഫിൽ ആവുന്നത്. പിന്നെ അടുത്ത ഷെല്ലിലേക്ക് പോകും, എസിലേക്ക് പോകും. അതുകൊണ്ട് 10 മാത്രം നോക്കരുത് ചില കേസിനകത്ത്. 4 ആണെങ്കിൽ 5ലേക്ക് പോകും, അതുപോലെ തന്നെ 9 ആണെങ്കിലും 10ലേക്ക് പോകും. ആ ഒരു രീതിയിലേക്ക് ഒരു അറേഞ്ച്മെന്റ് അറ്റോമിക് നമ്പർ വരുമ്പം വരും. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ നിലയിൽ താപനിലയിൽ ചൂടാക്കുന്ന രീതിയാണ് ഓപ്ഷൻ സി, റോസ്റ്റിംഗ്. ഒർഗാനസൺ എന്നത് കൃത്രിമ മൂലകം ആണ്. ഓക്കെ, അപ്പൊ മാർക്ക് നിങ്ങൾ കുറച്ച് മൈനസ് മാർക്ക് കൂടെ ചേർത്തിട്ട് വെക്കൂ. നമ്മൾക്ക് ഡിഗ്രി പ്രിലിംസിന്റെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 months ആയിരിക്കും അതിന്റെ എക്സാം വരെ ആയിരിക്കും വാലിഡിറ്റി വരുന്നത്. പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. 10th മെയിൻസിന്റേതും എക്സാം വരത്തേക്കായിരിക്കും കോഴ്സ് വാലിഡിറ്റി വരുന്നത്. രണ്ടും കൂടെ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ 1299 മാത്രമാണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസ് ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ കണ്ടന്റ് അവിടെ വരും, ടൈറ്റ് കണ്ടന്റ് ആയിരിക്കും, പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് റിവിഷൻ ഉണ്ടായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ദിവസവും റിവിഷനും എക്സാംസും ഒക്കെ ഉണ്ടായിരിക്കും, എല്ലാ ക്ലാസ്സിന്റെയും കൂടെ. പിന്നെ എല്ലാ ദിവസവും OMR ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. ഫ്രീ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സിജി ബിജൂസ് അക്കാദമി എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ PDF, ഇതുവരെയുള്ള PDF എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിന്റെ ടൈം 12:30 ആണ്, മൺഡേ ടു ഫ്രൈഡേ വരെ. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ഫ്രീ കോഴ്സിനകത്ത് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്ക് പറഞ്ഞോളൂ. 35, 32, 36, 35, 25, 34, 25, 30, 29, ഓക്കെ. അപ്പൊ ശരി, നാളെ കാണാം. ഈ ഒരു PDF വന്നോ നോക്കൂ. Okay, bye bye. Thank you and love you all.